വെൽക്കം. നമ്മൾ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നു. സ്ട്രക്ചർ ഓഫ് ആറ്റം. സെക്ഷൻ 1, സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഈ ടോപ്പിക്കിലെ ഒന്നാമത്തെ ക്ലാസ്സാണ്. ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഹൂ ഈസ് ദ ഫാദർ ഓഫ് മോഡേൺ അറ്റോമിക് തിയറി? മോഡേൺ അറ്റോമിക് തിയറിയുടെ പിതാവ് ആരാണ്? ഉത്തരം ജോൺ ഡാൾട്ടൺ. എന്തുകൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്നത്? ബിക്കോസ് ഹി സജസ്റ്റഡ് ദ ഫസ്റ്റ് അറ്റോമിക് മോഡൽ ഓഫ് മാറ്റർ. മാറ്ററിൻ്റെ ആദ്യത്തെ അറ്റോമിക് മോഡൽ സജസ്റ്റ് ചെയ്തത് ജോൺ ഡാൾട്ടനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഫാദർ ഓഫ് മോഡേൺ അറ്റോമിക് തിയറി എന്ന് വിളിക്കുന്നു. ഒരു നോട്ട്: ആറ്റത്തിൻ്റെ ഘടന വളരെ സങ്കീർണമാണ്, കോംപ്ലക്സ് ആണ്. കാരണം ആറ്റത്തിനുള്ളിൽ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, പിന്നെയുമുണ്ട് ന്യൂട്രിനോ, ആൻറ്റി ന്യൂട്രിനോ. ഈ പാർട്ടിക്കിൾസിനെ കുറിച്ചൊക്കെ പഠനം നടത്തിയ സയൻറ്റിസ്റ്റുകളിൽ പ്രധാനപ്പെട്ടവരാണ് ജെ തോംസൺ, റൂദർഫോർഡ്, ചാഡ്വിക് തുടങ്ങിയവർ. അപ്പോൾ നോക്കൂ, ജെ തോംസൺ, റൂദർഫോർഡ്, ചാഡ്വിക് ആൻഡ് മെനി അതേഴ്സ് proved the complex structure of the atom. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എളുപ്പമുള്ള ചോദ്യമാണ്. ഗീവ് എക്സാമ്പിൾസ് ഓഫ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ഉത്തരം നമുക്കറിയാം. സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഈ ടോപ്പിക്കിൽ നമ്മൾ ഈ 3 പേരെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. വേറെയുമുണ്ട്, പക്ഷേ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ 3 മാത്രമാണ്: ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. അടുത്ത ചോദ്യം: റൈറ്റ് എ നോട്ട് ഓൺ മൈക്കൽ ഫാരഡേസ് കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്. കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് മൈക്കൽ ഫാരഡേ ആവിഷ്കരിച്ച എക്സ്പെരിമെൻ്റാണ്. എന്താണ് കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്? എന്താണ് കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്? അപ്പം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ആദ്യത്തെ പോയിന്റ് നോക്കൂ. കാഥോഡ് റേ പാർട്ടിക്കിൾസ് വേർ ഡിസ്കവേർഡ് ഇൻ ദ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഈ പരീക്ഷണത്തിൽ കണ്ടെത്തിയത് ആരെയാണ്? കാഥോഡ് റേ പാർട്ടിക്കിൾസിനെയാണ്. ഈ കാഥോഡ് റേ പാർട്ടിക്കിൾസിനെ പിൽക്കാലത്ത് ഇലക്ട്രോൺസ് എന്ന് വിളിച്ചു. ജെ തോംസൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ആ പേര് കൊടുത്തത്. അപ്പോൾ കാഥോഡ് റേ പാർട്ടിക്കിൾസ് വേർ ഡിസ്കവേർഡ് ഇൻ ദ എക്സ്പെരിമെൻറ്റ്. ഏത് എക്സ്പെരിമെൻറ്റിൽ? ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റിൽ. എൻ്റെ മുഴുവൻ പേര് മൈക്കൽ ഫാരഡേസ് കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്. ഈ എക്സ്പെരിമെൻറ്റിലൂടെ ഇലക്ട്രോൺസിനെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നാണ് അർത്ഥം. എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഒന്ന് നോക്കാം. ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, നോക്കൂ. ഒരു ഗ്ലാസ് ട്യൂബാണ്. വാക്വം പമ്പിലേക്കൊരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ വായു നീക്കം ചെയ്ത ഗ്ലാസ് ട്യൂബാണ്. വായു നീക്കം ചെയ്ത ഗ്ലാസ് ട്യൂബ്. വായു നീക്കം ചെയ്ത ഗ്ലാസ് ട്യൂബ്. ഇവാക്വേറ്റഡ് ഗ്ലാസ് ട്യൂബ് എന്ന് പറയും. ഇവാക്വേറ്റഡ് ഗ്ലാസ് ട്യൂബ്. ഇതിലെന്തൊക്കെയുണ്ട്? ഈ നീല കളറിൽ കാണിച്ചിരിക്കുന്നത് കാഥോഡാണ്. ഈ ചുവപ്പ് കളറിൽ കാണിച്ചിരിക്കുന്നത് ആനോഡാണ്. ആനോഡിന് പോസിറ്റീവ് ചാർജ്, കാഥോഡിന് നെഗറ്റീവ് ചാർജ്. ഈ ആനോഡിന് ചെറിയ ഹോളുകളുണ്ട്, അതുകൊണ്ടാണ് ഗ്യാപ്പ് കാണിച്ചിരിക്കുന്നത്. ആനോഡിന് ചെറിയ തുളകളുണ്ട്, അതാണ് ഗ്യാപ്പ് കാണിച്ചിരിക്കുന്നത്. പെർഫോറേറ്റഡ് ആനോഡ് എന്ന് പറയും. പെർഫോറേറ്റഡ് ആനോഡ്, തുളയുള്ള ആനോഡ്. ഇനി ആനോഡിൻ്റെ പിന്നിൽ ഒരു സ്ക്രീനുണ്ട്, കണ്ടോ? ഇവിടെ ഒരു സ്ക്രീനുണ്ട്. സിങ്ക് സൾഫൈഡ് സ്ക്രീൻ ആവാം, ഫ്ലൂറസെൻ്റ് സ്ക്രീൻ ആവാം. ഇവിടെ എഴുതിയിരിക്കുന്നത് ഫ്ലൂറസെൻ്റ് കോട്ടിംഗ് എന്നാണ്. ഫ്ലൂറസെൻ്റ് മെറ്റീരിയൽ ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സ്ക്രീനാണിത്. ഫോസ്ഫോറസെൻ്റ് മെറ്റീരിയൽ എന്ന് പറയാം. ഹൈ വോൾട്ടേജാണ് കൊടുക്കുന്നത്. ഹൈ വോൾട്ടേജാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഈ ഡിസ്ചാർജ് ട്യൂബിൽ നമ്മൾ എടുക്കുന്നത്
ഏതെങ്കിലും ഒരു ഗ്യാസ് ലോ പ്രഷറിൽ എടുക്കണം. അപ്പോൾ കാര്യങ്ങളൊന്നുകൂടെ പറയാം അല്ലേ. വായു നീക്കം ചെയ്ത ഒരു ഗ്ലാസ് ട്യൂബ് എടുക്കുക. അതിൽ ലോ പ്രഷറിൽ ഒരു ഗ്യാസ് നിറയ്ക്കുക. ഒരു ഹൈ വോൾട്ടേജ് കൊടുക്കുക. ഹൈ വോൾട്ടേജ് കൊടുത്താൽ എന്താണ് കാണുക? കാഥോഡിൽ നിന്ന് ഒരുപാട് പാർട്ടിക്കിൾസ്, എ സ്ട്രീം ഓഫ് പാർട്ടിക്കിൾസ്, പാർട്ടിക്കിൾസിൻ്റെ ഒരു അരുവി തന്നെ, എ സ്ട്രീം ഓഫ് പാർട്ടിക്കിൾസ് എവിടേക്ക് മൂവ് ചെയ്യും? ആനോഡിലേക്ക് മൂവ് ചെയ്യും. ഈ ആനോഡിന് ഹോളുള്ളത് കൊണ്ട് ഈ ഹോളിലൂടെ പാർട്ടിക്കിൾസ് ചെന്നിട്ട് എവിടെ ഇടിക്കും? ഈ സ്ക്രീനിൽ ചെന്ന് ഇടിക്കും, ഹിറ്റ് ചെയ്യും. ഈ സ്ക്രീനിൽ ചെന്ന പാർട്ടിക്കിൾസ് ഇടിക്കുമ്പോൾ, ഹിറ്റ് ചെയ്യുമ്പോൾ ഒരു ഗ്രീൻ ഫ്ലൂറസൻസ്, ഒരു ഗ്രീൻ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഗ്രീൻ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ സിൻഡിലേഷൻ എന്നാണ് വിളിക്കുക. എന്താണ് വിളിക്കുക? സിൻഡിലേഷൻ. അപ്പോൾ കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് ആണ് കാഥോഡ് റേസ്. കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് ആണ് കാഥോഡ് റേസ്. കാഥോഡ് റേസ് അദൃശ്യമാണ്, ഇൻവിസിബിൾ ആണ്. നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? ദേ പ്രൊഡ്യൂസ് ഗ്രീൻ ഫ്ലൂറസൻസ് ഓൺ ദി ഫ്ലൂറസൻ്റ് സ്ക്രീൻ. ഈ സ്ക്രീനിൻ്റെ മേലെ പച്ച നിറമുണ്ടാകും. അപ്പോൾ കാഥോഡ് റേസിനെ കണ്ടുപിടിച്ച പരീക്ഷണമാണിത്. വായു നീക്കം ചെയ്ത ഒരു ഗ്ലാസ് ട്യൂബ്, അതിൽ ഒരു ഗ്യാസ് ലോ പ്രഷറിൽ എടുത്തിരിക്കുന്നു. ഇലക്ട്രോഡുണ്ട്, കാഥോഡ് നെഗറ്റീവ് ചാർജ്, ആനോഡ് പോസിറ്റീവ് ചാർജ്. ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. അപ്പോഴാണ് കാഥോഡിൽ നിന്നും പാർട്ടിക്കിൾസ് എവിടേക്ക് മൂവ് ചെയ്യുന്നത്? ആനോഡിലേക്ക് മൂവ് ചെയ്യുന്നത്. ഈ പാർട്ടിക്കിൾസ് ഈ ഹോളിലൂടെ കടന്ന് സ്ക്രീനിൽ ചെന്നിടിക്കും. സ്ക്രീനിൽ ചെന്നിടിച്ചാൽ ഗ്രീൻ ഫ്ലൂറസൻസ് ഉണ്ടാകും. അങ്ങനെയാണ് ഈ കാഥോഡ് റേ പാർട്ടിക്കിൾസിൻ്റെ പ്രസൻസ് നമ്മൾ കണ്ടെത്തുന്നത്. ഇതാണ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോയിൻ്റായിട്ട് താഴെ എഴുതിയിട്ടുണ്ട്, നോട്ട്സ് എഴുതിയെടുക്കണം. ഓക്കെ. A gas is taken in a discharge tube under low pressure. ഡിസ്ചാർജ് ട്യൂബിൽ ഒരു ഗ്യാസ് എടുക്കുന്നു. ലോ പ്രഷറിൽ ആണ് എടുക്കേണ്ടത്. എ ഹൈ വോൾട്ടേജ് ഈസ് അപ്ലൈഡ് അക്രോസ് ദി ഇലക്ട്രോഡ്സ്. ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്താണ് കാണുക? എ സ്ട്രീം ഓഫ് പാർട്ടിക്കിൾസ് ആർ ഫൗണ്ട് ടു ബി മൂവിങ് ഫ്രം കാഥോഡ് ടു ആനോഡ്. കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് പാർട്ടിക്കിൾസിൻ്റെ ഒരു സ്ട്രീം മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. ഇവർ ഇൻവിസിബിൾ ആണ്. അതുകൊണ്ട് ദേ ക്യാൻ ബി ഡിറ്റക്റ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഫ്ലൂറസെൻ്റ് സ്ക്രീൻ. അതിൻ്റെ വേറെ പേര് ഫോസ്ഫോറസെൻ്റ് സ്ക്രീൻ അല്ലെങ്കിൽ സിങ്ക് സൾഫൈഡ് സ്ക്രീൻ എന്നൊക്കെ എഴുതിയാലും മതി. അത് എവിടെയാണ് വെച്ചിട്ടുള്ളത്? പ്ലേസ്ഡ് ബിഹൈൻഡ് ദി ആനോഡ്. So the particles produce green fluorescence on the screen placed behind the anode. At the point, when the particles hit on the fluorescent screen, particles fluorescent screenil ഇടിക്കുമ്പോൾ a greenish light is produced. ഒരു പച്ച നിറത്തിലുള്ള ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. This is known as scintillation. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? scintillation. അപ്പോൾ പാർട്ടിക്കിൾസ് മൂവിങ് ഫ്രം കാഥോഡ് ടു ആനോഡ് ആർ നോൺ ആസ് കാഥോഡ് റേസ് ഓർ കാഥോഡ് റേ പാർട്ടിക്കിൾസ്. അപ്പോൾ കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് ആണ് കാഥോഡ് റേസ് അല്ലെങ്കിൽ കാഥോഡ് റേ പാർട്ടിക്കിൾസ്. പിൽക്കാലത്ത് ഇവരെ ഇലക്ട്രോൺസ് എന്ന പേരാണ് വിളിച്ചത്. ജെ തോംസൺ ആണ് ആ പേര് കൊടുത്തത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഗീവ് ദ പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേസ്. ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, എളുപ്പമുള്ളത് നോക്കാം. കാഥോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻസ്. നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. പെർപെൻഡിക്കുലാർ ടു ദി കാഥോഡ്. കാഥോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻസ്. ഏറ്റവും ചെറുതാക്കി പഠിക്കുകയാണെങ്കിൽ ഇത്ര പഠിച്ചാൽ മതി. കാഥോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻസ് പെർപെൻഡിക്കുലാർ ടു ദി കാഥോഡ്.
കാഥോഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അത് സ്ട്രെയിറ്റ് ലൈനിലാണ്. അതിന് തെളിവുണ്ടോ? ഉണ്ട്. തെളിവ് പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് പഠിക്കാം. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യം വായിച്ചു നോക്കാം. എന്താണ്? ഈ കാഥോഡ് റേസ് പോകുന്ന പാത്ത്, ആ വഴിയിൽ ഒരു സോളിഡ് ഓബ്ജക്റ്റ് വെച്ചാൽ അതിൻ്റെ നിഴൽ കാഥോഡിൻ്റെ ഓപ്പോസിറ്റുള്ള ചുമരിൽ, വോളിൽ കാണാം. കാഥോഡ് റേസ് പോകുന്ന വഴിയിൽ ഒരു സോളിഡ് ഓബ്ജക്റ്റ് വെച്ചാൽ അതിൻ്റെ നിഴൽ കാഥോഡിൻ്റെ ഓപ്പോസിറ്റുള്ള വോളിൽ പതിയും. ഇതിൽ നിന്നാണ് കാഥോഡ് റേസ് സ്ട്രെയിറ്റ് ലൈനിലാണ് ട്രാവൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയത്. ഇഫ് എ സോളിഡ് ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദെയർ പാത്ത്, ദേ കാസ്റ്റ് ഷാഡോസ്, നിഴൽ വീഴ്ത്തും, ഓൺ ദി വാൾ ഓപ്പോസിറ്റ് ടു ദി കാഥോഡ്. ഇറ്റ് ഷോസ് ദാറ്റ് കാഥോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ തെളിവ് വേണ്ടവർക്ക് പഠിക്കാം, അല്ലാത്തവർ സിമ്പിളായിട്ട് പഠിക്കുക. കാഥോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻസ്. അടുത്ത പോയിന്റ്, ദ കാഥോഡ് റേസ് മൂവ് ഫ്രം കാഥോഡ് ടു ആനോഡ്. എല്ലാവർക്കും അറിയുന്നതാണ്, കാഥോഡിൽ നിന്ന് ആനോഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ്, കാഥോഡ് റേസ് കൺസിസ്റ്റ് ഓഫ് മെറ്റീരിയൽ പാർട്ടിക്കിൾസ് ആൻഡ് ക്യാൻ പ്രൊഡ്യൂസ് മെക്കാനിക്കൽ മോഷൻ. കാഥോഡ് റേസിന് ചലനം ഉണ്ടാക്കാൻ പറ്റും, മെക്കാനിക്കൽ മോഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം ദേ കണ്ടെയ്ൻ മെറ്റീരിയൽ പാർട്ടിക്കിൾസ്. കാഥോഡ് റേസിൽ മെറ്റീരിയൽ പാർട്ടിക്കിൾസ് ആണുള്ളത്, അവർക്ക് ചലനം ഉണ്ടാക്കാൻ പറ്റും. തെളിവ് വേണ്ടവർക്ക് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യം നോക്കാം. കാഥോഡ് റേസ് പോകുന്ന വഴിയിൽ ചെറിയൊരു വീൽ വയ്ക്കുക, ചെറിയൊരു ചക്രം, പാഡിൽ വീൽ എന്നാണ് പറയുന്നത്. ആ വീൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും, തിരിയാൻ തുടങ്ങും. അപ്പോൾ ചലനം ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഇതിൻ്റെ അർത്ഥം. വെൻ എ ലൈറ്റ് എന്ന് പറഞ്ഞാൽ കനം കുറഞ്ഞ, വെൻ എ ലൈറ്റ് പാഡിൽ വീൽ ഈസ് പ്ലേസ്ഡ് ഇൻ ദെയർ പാത്ത്, ഇറ്റ് സ്റ്റാർട്ട്സ് റൊട്ടേറ്റിംഗ്. അങ്ങനെയാണ് കാഥോഡ് റേസിന് മെക്കാനിക്കൽ മോഷൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയത്. അടുത്ത പോയിന്റ്, they produce green fluorescence on the walls of the discharge tube. ഡിസ്ചാർജ് ട്യൂബിൻ്റെ വാളിൽ ഗ്രീൻ ഫ്ലൂറസൻസ് ഉണ്ടാക്കും. ഇതിനെ സിൻഡിലേഷൻ എന്നാണ് വിളിക്കുന്നത്. അടുത്ത പോയിന്റ് നോക്കൂ, ചില മെറ്റൽസിൻ്റെ മേലെ ചെന്ന് പതിച്ചാൽ എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യും. ദേ പ്രൊഡ്യൂസ് എക്സ്റേസ് വെൻ ദേ സ്ട്രൈക്ക് ഓൺ ഹാർഡ് മെറ്റൽസ് ലൈക്ക് ടങ്സ്റ്റൺ, മോളിബ്ഡിനം എക്സെട്ര. ടങ്സ്റ്റൺ ബൾബിലെ ഫിലമെൻ്റ് ഉണ്ടാക്കുന്ന എലമെൻ്റാണ്. അപ്പോൾ ടങ്സ്റ്റൺ, മോളിബ്ഡിനം തുടങ്ങിയ ഹാർഡ് മെറ്റൽസിൻ്റെ മേലെ ചെന്ന് പതിച്ചാൽ അവർ എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യും. കാഥോഡ് റേസിന് എക്സ്റേ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അടുത്ത പോയിന്റ്, ദേ അയോണൈസ് ദ ഗ്യാസ് ത്രൂ വിച്ച് ദേ പാസ്. കടന്നു പോകുന്ന വായുവിനെ അയോണീകരിക്കും. ദേ അയോണൈസ് ദ ഗ്യാസ് ത്രൂ വിച്ച് ദേ പാസ് ആൻഡ് എഫക്റ്റ് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്. ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ മാറ്റങ്ങൾ വരുത്താൻ കാഥോഡ് റേ പാർട്ടിക്കിൾസിന് പറ്റും. അപ്പോൾ കടന്നു പോകുന്ന വായുവിനെ അയോണീകരിക്കും. പിന്നെ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൻ്റെ മേലെ ചേഞ്ച് വരുത്താൻ ഇവർക്ക് കഴിയും. അടുത്ത പോയിന്റ്, കാഥോഡ് റേ പാർട്ടിക്കിൾസ്, അതിനെയാണ് നമ്മൾ ഇലക്ട്രോൺസ് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോൺസ് ആർ ബേസിക് കോൺസ്റ്റന്റ് ഓഫ് ഓൾ ദി ആറ്റംസ്. എല്ലാ ആറ്റങ്ങളിലും ഇലക്ട്രോണുകൾ ഉണ്ട്. അതൊരു പ്രത്യേകതയാണ്. എല്ലാ ആറ്റങ്ങളിലും കാഥോഡ് റേ പാർട്ടിക്കിൾസ് ഉണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഉണ്ട്. അതെങ്ങനെയാണ് തെളിയിച്ചത് എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഡിസ്ചാർജ് ട്യൂബിൽ ഏത് ഗ്യാസ് എടുത്താലും ഇലക്ട്രോഡ് ഏത് മെറ്റീരിയൽ ആയാലും, കാഥോഡും ആനോഡും ഏത് മെറ്റീരിയൽ ആയാലും കുഴപ്പമില്ല, ഡിസ്ചാർജ് ട്യൂബിൽ ഏത് ഗ്യാസ് ആയാലും കുഴപ്പമില്ല, നമുക്ക് കിട്ടുന്ന കാഥോഡ് റേ പാർട്ടിക്കിൾസ് സെയിം ആണ്. ഏത് ഗ്യാസ് എടുത്താലും ഏത് ഇലക്ട്രോഡ് എടുത്താലും നമുക്ക് ഒരേപോലെയുള്ള പാർട്ടിക്കിൾസാണ് കിട്ടുക. എന്താണ് ഇതിൻ്റെ അർത്ഥം? എല്ലാ ആറ്റങ്ങളിലും പൊതുവായി ഉള്ള പാർട്ടിക്കിൾസാണ് ഇത് കാഥോഡ് റേ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ്. അങ്ങനെയാണ് എല്ലാ ആറ്റങ്ങളിലും ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ എല്ലാ ആറ്റങ്ങളിലും ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കി? ഇറസ്പെക്റ്റീവ് ഓഫ് ദി നേച്ചർ ഓഫ് ദി ഗ്യാസ് ടേക്കൺ,
and the electrode material used, particles in the cathode rays have the same charge and mass. ഡിസ്ചാർജ് ട്യൂബിൽ ഏത് ഗ്യാസ് എടുത്താലും ഏത് ഇലക്ട്രോഡ് എടുത്താലും കിട്ടുന്ന കാഥോഡ് റേസ് ഒരുപോലെയാണ്. ഒരുപോലെ എന്ന് പറഞ്ഞാൽ ദേ ഹാവ് സെയിം ചാർജ് ആൻഡ് മാസ്. ഇതിൻ്റെ അർത്ഥം എന്താ? എല്ലാ ആറ്റങ്ങളിലും എന്തുണ്ട്? കാഥോഡ് റേ പാർട്ടിക്കിൾസ് ഉണ്ട്. അവരൊരുപോലെയാണ്. എല്ലാ ആറ്റങ്ങളിലും ഇലക്ട്രോൺ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആയല്ലോ? അടുത്തത്, ദേ പ്രൊഡ്യൂസ് ഹീറ്റ് വെൻ ദേ ഫോൾ ഓൺ എ തിൻ മെറ്റൽ ഫോയിൽ. കനം കുറഞ്ഞ ഒരു മെറ്റൽ തകിടിൻ്റെ മേലെ വീഴുമ്പോൾ ഇവർ ചൂട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം കാഥോഡ് റേസിന് ചൂട് ഉണ്ടാക്കാൻ പറ്റും. എപ്പോൾ? വെൻ ദേ ഫോൾ ഓൺ എ തിൻ മെറ്റൽ ഫോയിൽ. അടുത്ത പോയിന്റ്, കാഥോഡ് റേസ് ആർ നെഗറ്റീവ്ലി ചാർജ്. കാഥോഡ് റേസ് നെഗറ്റീവ്ലി ചാർജറാണ്. അതുകൊണ്ടാണല്ലോ ആനോഡിലേക്ക് പോകുന്നത്. ആനോഡ് പോസിറ്റീവ് ചാർജാണ്. വേറെയും തെളിവുണ്ട്. മാഗ്നറ്റിക് ഫീൽഡിലും ഇലക്ട്രിക് ഫീൽഡിലും ഉള്ള ഡിഫ്ലക്ഷൻ നോക്കുക. ആ ഡിഫ്ലക്ഷൻ്റെ ഡയറക്ഷനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കാഥോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ദേ ക്യാൻ ബി ഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ്. ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ കൊടുത്താൽ കാഥോഡ് റേസിനെ നമുക്ക് വഴി പിഴപ്പിക്കാം, ഡീവിയേറ്റ് ചെയ്യിക്കും. ആ ഡിഫ്ലക്ഷനിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? കാഥോഡ് റേസ് ആർ നെഗറ്റീവ്ലി ചാർജ്. കാഥോഡ് റേസിന് നെഗറ്റീവ് ചാർജ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാം, ആനോഡിലേക്ക് മൂവ് ചെയ്യുന്നു, പോസിറ്റീവ് ഇലക്ട്രോഡിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നു, അതുകൊണ്ട് ഇവർക്ക് നെഗറ്റീവ് ചാർജാണ്. അങ്ങനെയും പറയാം. അപ്പോൾ കാഥോഡ് റേസ് ആർ ഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഡിഫ്ലക്ഷൻ ഷോസ് ദാറ്റ് കാഥോഡ് റേസ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ്. 9 പ്രോപ്പർട്ടി. എങ്കിൽ ഒരെണ്ണം കൂടെ ഇരിക്കട്ടെ, 10. എന്താണ്? ഇവർ അദൃശ്യമാണ് അല്ലേ? കാഥോഡ് റേസ് ആർ ഇൻവിസിബിൾ. ഇപ്പോൾ ഒന്ന് എഴുതാം, കാഥോഡ് റേസ് ആർ ഇൻവിസിബിൾ. എളുപ്പമുള്ള പോയിന്റാണ്, ഇൻവിസിബിൾ. ഒരു ഫ്ലൂറസെൻ്റ് സ്ക്രീൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇവരുടെ പ്രസൻസ് നമുക്ക് കണ്ടെത്താൻ പറ്റൂ. അപ്പോൾ കാഥോഡ് റേസിൻ്റെ ഏതാനും പ്രോപ്പർട്ടികൾ. എളുപ്പമുള്ളത് എന്താണ്? ദേ ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ചെറുതായി പഠിച്ചാൽ മതി, ബുദ്ധിമുട്ടുള്ള കുട്ടികൾ. ദേ ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ദേ ആർ ഇൻവിസിബിൾ. ദേ ആർ നെഗറ്റീവ്ലി ചാർജ്. ദേ മൂവ് ഫ്രം കാഥോഡ് ടു ആനോഡ്. അങ്ങനെ എളുപ്പമുള്ള പോയിന്റുകൾ നോക്കി പഠിക്കും. അപ്പോൾ കാഥോഡ് റേസിൻ്റെ പ്രോപ്പർട്ടീസ് എഴുതിയെടുക്കണം, പഠിക്കണം. ഈ ചെറിയൊരു നോട്ട് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, വായിക്കാം. മേൽ പറഞ്ഞ പ്രോപ്പർട്ടികൾ, ഓൾ ദീസ് പ്രോപ്പർട്ടീസ് ഇൻഡിക്കേറ്റ് ദാറ്റ്. ഈ പ്രോപ്പർട്ടികൾ എന്താണ് സൂചിപ്പിക്കുന്നത്? കാഥോഡ് റേസ് കൺസിസ്റ്റ് ഓഫ് highly energetic and negatively charged material particles called electrodes. മേൽപ്പറഞ്ഞ പ്രോപ്പർട്ടികളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? കാഥോഡ് റേസിൽ എന്തുണ്ട്? ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള നെഗറ്റീവ് ചാർജുള്ള മെറ്റീരിയൽ പാർട്ടിക്കിൾസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇലക്ട്രോൺസ് എന്ന് വിളിക്കുന്നത്. ഫ്ലൂറസൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ടെലിവിഷൻ്റെ പിക്ചർ ട്യൂബ് കാഥോഡ് റേ ട്യൂബ്സ് ആണ്. അപ്പോൾ കാഥോഡ് റേ ട്യൂബ്സ് ആണ് ടെലിവിഷൻ്റെ പിക്ചർ ട്യൂബ്. ആൻഡ് ടെലിവിഷൻ പിക്ചേഴ്സ് റിസൾട്ട് ഡ്യൂ ടു ദ ഫ്ലൂറസൻസ് ഓൺ ദി ടെലിവിഷൻ സ്ക്രീൻ. സ്ക്രീനിൽ ഫ്ലൂറസൻ്റ് മെറ്റീരിയൽ പുരട്ടിയിട്ടുണ്ട്. അവിടേക്ക് കാഥോഡ് റേസ് വന്ന് പതിക്കുമ്പോഴാണ് സ്ക്രീനിൽ ലൈറ്റ് വരുന്നത്. അപ്പോൾ ടെലിവിഷൻ്റെ പിക്ചർ ട്യൂബ് ഏതാണ്? കാഥോഡ് റേ ട്യൂബ്സ് ആണ്. പിന്നെ ഡിസ്ചാർജ് ട്യൂബുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ സാധാരണ ട്യൂബുകളായിട്ട് ഉപയോഗിക്കുന്നത് ഡിസ്ചാർജ് ട്യൂബുകളാണ്. അതെല്ലാം ഫ്ലൂറസൻ്റ് ആണ്. ഫ്ലൂറസൻ്റ് ട്യൂബുകൾ അല്ലെങ്കിൽ ബൾബുകൾ എന്നൊക്കെയാണ് നമ്മൾ വിളിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കണം. ടെലിവിഷൻ പിക്ചർ ട്യൂബ്സ് ആർ കാഥോഡ് റേ ട്യൂബ്സ് ആൻഡ് ടെലിവിഷൻ പിക്ചേഴ്സ് റിസൾട്ട് ഡ്യൂ ടു ഫ്ലൂറസൻസ് ഓൺ ദി ടെലിവിഷൻ സ്ക്രീൻ കോട്ടഡ് വിത്ത് സർട്ടൻ ഫ്ലൂറസൻ ഓർ ഫോസ്ഫോറസൻ മെറ്റീരിയൽ. അപ്പോൾ ഈ ചോദ്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക, മാക്സിമം പോയിന്റ്സ് പഠിക്കുക. ബുദ്ധിമുട്ടുള്ളവർ ഒന്ന് ചുരുക്കി പഠിച്ചാലും മതി. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഇലക്ട്രോൺസിനെ കണ്ടെത്തിയ രീതിയാണ്, കാഥോഡ് റേ പാർട്ടിക്കിൾസിനെ കണ്ടെത്തിയ രീതിയാണ്. അതായത് മൈക്കൽ ഫാരഡേസ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്, കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്. കാഥോഡ് റേസിൻ്റെ ഏതാനും പ്രോപ്പർട്ടികളും പഠിച്ചു. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ. Bye.